വാർത്തകൾ വിശദമായി. കശ്മീരിലെ പുൽവാമയിൽ 3 ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, ആമിർ നസീർ വാണി, യവാർ അഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അവന്തിപ്പോരയ്ക്കും പുൽവാമയ്ക്കും ഇടയിലെ ത്രാൽ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. രാവിലെ മുതലാണ് പ്രദേശത്ത് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. അതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കശ്മീരിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കശ്മീരിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഭീകരരെ വധിച്ചിരുന്നു. എന്തായാലും അതിർത്തി മേഖലകളിൽ ഇപ്പോഴും സംഘർഷം തുടരുന്നു. ഭീകരരെ ഇറക്കി പാകിസ്ഥാൻ അക്രമം തുടരുകയാണ്. ഇതിൽ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ തലച്ചോറിൽ ഒരാളായുള്ള വ്യക്തിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, എന്താണ് വിശദാംശങ്ങൾ? അൽനമ്പ്യാർ, ജമ്മു കശ്മീരിൽ ഭീകര വിരുദ്ധ നടപടികൾ സൈന്യം ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വനമേഖലകളിൽ കഴിഞ്ഞ 48 മണിക്കൂറിലധികമായി പ്രത്യേക പരിശോധന. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്ന ത്രാൽ ആണെങ്കിലും കഴിഞ്ഞ ദിവസം 3 ലഷ്കർ ഇ തോയ്ബ ഭീകരരെ വധിച്ച കെല്ലർ വനമേഖലയാണെങ്കിലും ഈ പഹൽഗാമിനോട് ചേർന്ന് കിടക്കുന്നതാണ്. ഒപ്പം ഇതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് പുൽവാമ, കൂടാതെ അവന്തിപ്പുര, ഷോപ്പിയാൻ എന്നുള്ളത്. ഈ മേഖല കടന്നു വേണം ഭീകരർക്ക് അതിർത്തി കടക്കാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പോകണമെങ്കിലും ഈ വനമേഖല കടന്നു വേണം ഭീകരർക്ക് പുറത്തേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഇൻപുട്ടും സൈന്യത്തിന് ലഭിച്ചിരുന്നു. രഹസ്യാന്വേഷണ റിപ്പോർട്ടും ലഭിച്ചത് ഈ വനമേഖലയിൽ വലിയ രീതിയിൽ ഭീകരർ ആയുധങ്ങളുമായി തമ്പടിച്ചിട്ടുണ്ട്. അതിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയിട്ടുള്ള ഭീകരരും ഉൾപ്പെടും എന്ന വിവരം സൈന്യത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുടർച്ചയായിട്ടുള്ള ഓപ്പറേഷനുകൾ നടന്നു വരുന്നത്. ഇന്ന് രാവിലെ മുതൽ പുൽവാമയ്ക്കും അവന്തിപ്പുരയ്ക്കും ഇടയിലുള്ള ത്രാൽ വനമേഖലയിലാണ് സൈന്യവും CRPF-ഉം പോലീസും സംയുക്തമായി ഓപ്പറേഷൻ നടത്തിയത്. അതിൽ ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് എന്നുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയിട്ടുള്ള ഭീകരൻ ആസിഫ് അഹമ്മദ് ഷെയ്ഖിനെ ഭീകരനെ സൈന്യം വധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഭീകര വിരുദ്ധ നടപടികളിൽ സൈന്യത്തിന്റെ വലിയ വിജയം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായും ജമ്മു കാശ്മീരിൽ ആക്റ്റീവായിട്ടുള്ള ഭീകരൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രാദേശികരെ ഉപയോഗിച്ചുകൊണ്ട് സഹായം നൽകുന്നത് ആസിഫ് ഷെയ്ഖ് ആണ് എന്നുള്ളതും സൈന്യത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇയാളെ ഒരു വീടിനുള്ളിൽ ത്രാൽ മേഖലയിലെ വനമേഖലയോട് ചേർന്ന വീടിനുള്ളിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സൈന്യം വധിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ഒപ്പം 2 ഭീകരരെ കൂടി വധിച്ചിട്ടുണ്ട്. ഇവരുടെ ഐഡന്റിറ്റി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ പാക് ഭീകരരാണ്, ഫോറിനേഴ്സ് ആണ് എന്ന വിവരം സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ത്രാൽ മേഖലയിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഭീകരൻ ആസിഫ് അഹമ്മദ് ഷെയ്ഖിനെയും ഒപ്പം 2 പാകിസ്ഥാൻ ഭീകരെയും, അങ്ങനെ 3 ഭീകരരെ മേഖലയിൽ വധിക്കാൻ സാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പ്രദേശത്ത് ഏറ്റുമുട്ടൽ നടന്നത്. നിലവിലെ അവിടെ പരിശോധന തുടരുകയാണ്. ഈ ത്രാൽ മേഖലയിലെ ഏറ്റുമുട്ടൽ അവസാനിച്ചിട്ടുണ്ട്. അവിടെ 3 ഭീകരർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പരിശോധന തുടരുകയാണ്. കൂടുതൽ സേനാ വിന്യാസം ഈ പ്രദേശത്തേക്ക് നടത്തിയിട്ടുണ്ട്. കൂടുതൽ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന തുടരുകയാണ്. അത്തരത്തിൽ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ത്രാൽ ഉൾപ്പെടെയുള്ള വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ അവന്തിപ്പുര, പുൽവാമ, ഷോപ്പിയാൻ ഈ പ്രദേശങ്ങൾക്കിടയിലുള്ള വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പരിശോധനയും നിരീക്ഷണവും തുടരുകയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണം നേരിട്ട് നടത്തി അതിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഭീകരരും ഈ മേഖലയിലുണ്ടോ എന്ന പരിശോധന സൈന്യം നടത്തി വരുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഓപ്പറേഷനാണ് ജമ്മു കാശ്മീരിൽ ഈ വനമേഖലയിൽ നടക്കുന്നത്. കൂടാതെ അതിർത്തി മേഖലയോട് ചേർന്നിട്ടുള്ള വനപ്രദേശങ്ങൾ, ഗ്രാമങ്ങൾ, മുൻപ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ, പൊതുയിടങ്ങൾ, ഓരോ വീടുകളിലും കയറിക്കൊണ്ടും സൈന്യവും CRPF-ഉം പോലീസും ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അൽനമ്പ്യാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിർത്തി മേഖലയിൽ പാക് സൈന്യത്തിന് ഭാരതത്തിനെതിരെ കാര്യമായ ഒരു സൈനിക നടപടിയും സ്വീകരിക്കാൻ സാധിക്കാതെ വന്ന പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഭീകരരെ അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ട് കശ്മീരിൽ ഏതെങ്കിലും തരത്തിൽ സ്ഫോടനമോ അല്ലെങ്കിൽ ഭീകരാക്രമണമോ നടത്താനുള്ള ആസൂത്രണവും ഗൂഢാലോചനയുമാണ് ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുളും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളും പാക് ചാര സംഘടനയായിട്ടുള്ള ISIയും ചേർന്ന് നടത്തുന്നത്. അതിന്റെ വ്യക്തമായ വിവരങ്ങൾ സൈന്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് പ്രത്യേക ഓപ്പറേഷനുകളും പരിശോധനയും സൈന്യം നടത്തി
വരുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് പുലർച്ചയോടുകൂടി പുൽവാമ അവന്തിപുര പ്രദേശങ്ങൾക്കിടയിലുള്ള ത്രാൽ വനമേഖലയിൽ നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഭീകരൻ ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ള 3 ഭീകരരെ വധിച്ചിട്ടുള്ളത്. ഈ ആസിഫ് ഷെയ്ഖിന്റെ വീട് ദിവസങ്ങൾക്ക് മുൻപ് പുൽവാമയിലെ ത്രാലിൽ തന്നെയാണ് ആസിഫ് ഷെയ്ഖിന്റെ വീടുള്ളത്. ഈ ആസിഫ് ഷെയ്ഖിന്റെ വീട് സൈന്യം IED ഉപയോഗിച്ചുകൊണ്ട് തകർത്തിരുന്നു. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ആദ്യമൊക്കെ പ്രാദേശിക സഹായം നൽകി എന്നുള്ളത് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അതനുസരിച്ച് ഇന്നിപ്പോൾ വധിച്ചിട്ടുള്ള ആസിഫ് ഷെയ്ഖ് കൂടാതെ കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിൽ കൊല്ലപ്പെട്ട ഭീകരൻ ഷഹീദ് കുട്ടെ എന്നിവരടക്കമുള്ള നിരവധി ഭീകരരുടെ വീട് സൈന്യം IED ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാസ്റ്റ് ചെയ്ത് തകർത്തിരുന്നു. ഭീകരരുടെ വീടുകൾ തകർക്കുകയും അതിശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ജമ്മു കാശ്മീരിൽ ഭീകര വിരുദ്ധ നടപടികൾ അതിശക്തമാക്കുകയാണ് സൈന്യവും സുരക്ഷാ സേനയും. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ അതിർത്തി മേഖല പാക് സൈന്യം മറ്റ് പ്രകോപനം നടത്തുന്നില്ല. അതിർത്തി മേഖലകൾ ശാന്തമാണ്. എങ്കിൽ പോലും പഞ്ചാബ്, ഹിമാചൽ, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു കാശ്മീരിലേക്ക് വിന്യസിക്കുകയാണ്. അതീവ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ജമ്മു കാശ്മീർ കടന്നുപോകുന്നത്. അനിൽ നമ്പ്യാർ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ നിന്ന് കശ്മീരിലേക്ക് തിരിച്ചിട്ടുണ്ട്. കശ്മീരിൽ അദ്ദേഹം എപ്പോൾ എത്തിച്ചേരും? അദ്ദേഹത്തിൻ്റെ സന്ദർശനം, അതിൻ്റെ വിശദാംശങ്ങൾ. അൽനമ്പ്യാർ, ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലെ വ്യോമതാവളവും കൂടാതെ അതിർത്തി മേഖലയും പ്രതിരോധ മന്ത്രി സന്ദർശിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ നേരത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളതിനാൽ പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനം വൈകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പ്രതിരോധ മന്ത്രി ജമ്മു കാശ്മീരിലേക്ക് എത്തും എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. സൈനിക താവളങ്ങൾ, പ്രത്യേകിച്ച് വ്യോമതാവളങ്ങൾ പ്രതിരോധ മന്ത്രി സന്ദർശിക്കും. കൂടാതെ ഈ അതിശക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർത്തിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരിട്ടെത്തി സൈനികരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. കൂടാതെ നിയന്ത്രണ രേഖയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, സുരക്ഷാ പ്രശ്നങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതിനാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, കറക്റ്റ് സ്ഥലപ്പേരുകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ വിശദാംശങ്ങൾ വളരെ കൃത്യമായി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വ്യോമതാവളങ്ങളിൽ സന്ദർശിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയിൽ എവിടെയായിരിക്കും പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനം എന്നതിൽ ഒരു കൃത്യത വരുത്തിയിട്ടില്ല. ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ആദ്യം പ്രതിരോധ മന്ത്രി എത്തും എന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ചില മറ്റു കാരണങ്ങൾ ഉള്ളതിനാൽ പ്രതിരോധ മന്ത്രിയുടെ യാത്ര വൈകും എന്നായിരുന്നു അറിയിച്ചത്. ഏതായാലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ വ്യോമതാവളം സന്ദർശിച്ച് സൈനികരെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രി ജമ്മു കാശ്മീരിലേക്ക് എത്തിക്കൊണ്ട് വ്യോമതാവളവും നിയന്ത്രണ രേഖയിലും സന്ദർശനം നടത്തുമെന്നാണ് അറിയിക്കുന്നത്. നിലവിൽ നിയന്ത്രണ രേഖയിൽ ഉൾപ്പെടെ അതിർത്തി മേഖലയിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്. പൂഞ്ച്, രജൌരി, കുപ്വാര, ഉറി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ 48 മണിക്കൂറിലധികമായി യാതൊരു തരത്തിലുമുള്ള പ്രകോപനം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും പ്രതിരോധ നിര ശക്തമാക്കിക്കൊണ്ട് കനത്ത ജാഗ്രതയിലും സുരക്ഷയിലുമാണ് അതിർത്തി പ്രദേശമുള്ളത്. അനിൽ നമ്പ്യാർ.